നമസ്കാരം. ജയം ടോക്സിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് വരുംതോറും വർഗീയത പ്രചാരണ ആയുധമാക്കി എല്ലാവരും ഉപയോഗിച്ച് തുടങ്ങിയിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നമ്മൾ കണ്ടത്. സജി ചെറിയാനെ പോലെയുള്ളവർ വീണ്ടും വീണ്ടും ഈ വർഗീയത, ന്യൂനപക്ഷ വിരുദ്ധ വർഗീയത കുത്തിപ്പൊക്കിക്കൊണ്ട് അത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കാൻ ശ്രമിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയനും LDF ഒക്കെ എടുത്തത് ഒരു നിലപാട് ഒരു ന്യൂനപക്ഷ അനുകൂല വികാരമായിരുന്നു. ന്യൂനപക്ഷങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമായിരുന്നു. ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ശക്തമായിട്ട് നിന്നുകൊണ്ട് ഭൂരിപക്ഷ വർഗീയതയ്ക്കെതിരെ പോരാടിക്കൊണ്ട് അന്ന് മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ട് വളരെ ശക്തമായി പോരാടുകയും മുസ്ലിങ്ങൾ CPM-നൊപ്പം നിൽക്കുകയും ചെയ്തതാണ് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പിനും CPM-നുണ്ടായ വലിയ വിജയത്തിന് കാരണമെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയാം. പക്ഷേ ഇത്തവണ മുസ്ലിങ്ങളുടെ പിന്തുണ കുറഞ്ഞു പോവുകയും സ്വന്തം അണികളിൽ നിന്ന് പ്രത്യേകിച്ച് CPM-ൻ്റെ അടിസ്ഥാന വോട്ടുകൾ BJP-യിലേക്ക് ചോരുകയും ചെയ്യുന്നു എന്ന് കണ്ട ഒരു സാഹചര്യത്തിലാണ് പെട്ടെന്ന് CPM അവരുടെ നിലപാടിൽ മാറ്റം വരുത്തിയത്. അതിനുവേണ്ടിയാണ് അവർ പെട്ടെന്ന് അയ്യപ്പ സംഗമം വിളിച്ചു കൂട്ടുകയും മുസ്ലിം സമുദായത്തിനെതിരായിട്ട്, പ്രത്യേകിച്ച് തീവ്രവാദത്തിനെതിരായിട്ട്, തീവ്ര മുസ്ലിം സംഘടനകൾക്ക് എതിരായിട്ടെന്നുള്ള മട്ടിലൊക്കെയാണ് അവർ ഇത് തുടങ്ങിയതെങ്കിൽ പോലും അത് പിന്നീട് മുസ്ലിം സമുദായത്തിനെതിരായിട്ടുള്ള ഒരു നീക്കമായി മാറുകയും ഭൂരിപക്ഷ സമുദായത്തെ കൂടെ നിർത്താൻ വേണ്ടി, പ്രത്യേകിച്ച് തങ്ങളുടെ അടിസ്ഥാന വോട്ട് ബാങ്കായ ഈഴവ കമ്മ്യൂണിറ്റിയെ പിടിച്ചു നിർത്താൻ വേണ്ടി നടത്തിയ നീക്കം കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ചെയ്തതിന് വിരുദ്ധമായിട്ട് അവർ ഇത്തവണ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അവർ പരീക്ഷിച്ചെങ്കിലും അതിൽ വിജയിച്ചില്ല. അതിന് പ്രധാന കാരണം അയ്യപ്പ സംഗമമൊക്കെ നടത്തിയെങ്കിലും തൊട്ട് പിന്നാലെ ഈ ശബരിമല വിവാദം വന്നതോടുകൂടി ജനവികാരം ശക്തമായിട്ട് സർക്കാരിനെതിരായിട്ട് മാറുകയൊക്കെ ചെയ്തുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അത് വളരെ ദോഷം ചെയ്തു. എങ്കിൽ പോലും ആ നിലപാടിൽ CPM മാറ്റം വരുത്തിയില്ല. അതിനുദാഹരണമായിരുന്നു അവർ അടുത്ത കാലത്ത് മാറാട് സംഭവം വീണ്ടും കുത്തിപ്പൊയ്ക്കൊണ്ട് വരികയും അത് മുസ്ലിംസിനെതിരായിട്ട് ഒരു ആയുധമാക്കുകയും ചെയ്തത്. അതിന് തൊട്ട് പിന്നാലെ അത് AK ബാലനാണ് അത് തുടങ്ങിയെങ്കിലും CPM നേതാക്കൾ പലരും അതിനെ വിമർശിച്ചെങ്കിലും പിണറായി വിജയൻ അതിന് കൈകൊടുത്തതോടുകൂടി അത് അംഗീകരിക്കുകയാണുണ്ടായത്. അത് പിന്നീട് ആരും അതിനെക്കുറിച്ചൊന്നും എതിരായിട്ട് സംസാരിച്ചില്ല. ഇപ്പോഴിതാ വീണ്ടും അതിനുശേഷം ഉണ്ടായ ഒരു സംഭവ വികാസമാണ് ഈ കാസർഗോട്ടെയും മലപ്പുറത്തെയും വിജയങ്ങളെ, അവിടെ വിജയിച്ച ആളുകളുടെ പേര് നോക്കണം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഒരു വർഗീയ വിവാദം കുത്തിപ്പൊക്കാൻ വേണ്ടി സജി ചെറിയാനെ പോലുള്ളവർ ശ്രമിച്ചതും AK ബാലൻ വീണ്ടും അനുകൂലമായിട്ട് രംഗത്ത് വന്നതും അതിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ പിണറായി വിജയൻ്റെ നിലപാട് എന്ന് വ്യക്തമാകാത്തത് കൊണ്ട് ഇപ്പോഴും CPM-ൻ്റെ നേതാക്കൾ, പ്രത്യേകിച്ച് CPM സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ അതേക്കുറിച്ചൊരു അഭിപ്രായം പറയാതെ നിൽക്കുകയാണ്. എന്തായാലും CPM-ൻ്റെ സമീപനം വളരെ വ്യക്തമായി വന്നിരിക്കുകയാണ്. ഇതിന് ഒപ്പം തന്നെ ഇപ്പോൾ നമുക്കറിയാം, ഈ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിനും അതിനുശേഷവുമൊക്കെ NSS-ഉം ഒരു മുസ്ലിം വിരുദ്ധ വികാരം ശക്തമായിട്ട്, നേരത്തെ അങ്ങനെയൊന്നും NSS ജനറൽ സെക്രട്ടറി ചെയ്തിരുന്നില്ല. NSS ജനറൽ സെക്രട്ടറിയെ സംബന്ധിച്ച് ഈ ന്യൂനപക്ഷ വർഗീയതയ്ക്കും ഭൂരിപക്ഷ വർഗീയതയ്ക്കും എതിരായിട്ട് ഒരേ നിലപാടെടുത്തിരുന്ന വ്യക്തിയാണ്. എന്നാൽ ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി പോലും വെള്ളാപ്പള്ളി നടേശനൊപ്പം ചേരുകയും വെള്ളാപ്പള്ളി നടേശനെ ശക്തമായി വിമർശിച്ച VD സതീശനെതിരെ കടുത്ത വാക്കുകളിൽ വിമർശനം നടത്തുകയും ചെയ്തതോടുകൂടി അത് സുകുമാരൻ നായരെ സംബന്ധിച്ചും അതൊരു ഒരു ക്ഷീണമായി മാറിയെന്ന് പറയാതെ വയ്യ. എന്തായാലും VD സതീശനെ സംബന്ധിച്ച് സുകുമാരൻ നായരുടെ വിമർശനം ഗുണകരമായിട്ടാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം അതിനെതിരെ ശക്തമായി പ്രതികരിച്ചു. ഒരുപക്ഷെ സുകുമാരൻ നായരുടെ പരാമർശനം VD സതീശന് ഒരു ഹീറോ പരിവേഷം നൽകി. അദ്ദേഹത്തിന് വർഗീയതയ്ക്കെതിരെ പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു പരിവേഷം. അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ വർഗീയതയ്ക്കെതിരെ പോരാടി, വർഗീയതയ്ക്കെതിരെ സമരം ചെയ്ത് ഈ മണ്ണിൽ മരിച്ചു വീണാലും എനിക്കതിനകത്ത് യാതൊരു നഷ്ടവുമില്ല, ഞാനതിൻ്റെ രാഷ്ട്രീയ ലാഭങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് പേരെടുത്ത് പറയാതെ, സുകുമാരൻ നായർക്കെതിരായിട്ട് ഒരു വാക്ക് പോലും പറയാതെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ശക്തമായിട്ട് പ്രതികരിച്ചുകൊണ്ട് VD സതീശൻ ശരിക്കും പറഞ്ഞ് സ്കോർ ചെയ്തിരിക്കുകയാണ്. VD സതീശൻ്റെ പ്രത്യേകതയുണ്ട്. അദ്ദേഹം എപ്പോഴും എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ആക്രമണം ഉണ്ടാകുമ്പോഴാണ് അദ്ദേഹം പെട്ടെന്ന് വർദ്ധവീര്യത്തോടെ ശക്തമായിട്ട് ഉയർത്തെഴുന്നേൽക്കുന്നത്. നമ്മൾ നിയമസഭയിൽ നേരത്തെ കണ്ടിട്ടുണ്ട്. അൻവർ അദ്ദേഹത്തിനെതിരെ വളരെ അടിസ്ഥാനരഹിതമായ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ കോടിക്കണക്കിന് രൂപ VD സതീശന് വേണ്ടിയിട്ട് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് വന്നുവെന്നും അത് വീണ്ടും കർണാടകയ്ക്ക് തിരിച്ചു പോയെന്നും ഒക്കെ കൊട്ടത്താപ്പ് തരത്തിലൊരു അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് അതിനോട് പ്രതികരിച്ചു.
അതുപോലെ തന്നെ നിയമസഭയിൽ അദ്ദേഹം വളരെ വളരെ ശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമ്മൾ കേട്ടതാണ്. അതിനുശേഷം പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ വിദേശ ഫണ്ട് ശേഖരണത്തെക്കുറിച്ച് വിമർശനം വന്നപ്പോൾ അതിനെതിരായിട്ട് അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിനെതിരെ വിജിലൻസ് അന്വേഷണം വരെ കൊണ്ടുവന്നു. അദ്ദേഹം ഒന്ന് പ്രതികരിച്ചത്, ഞാനങ്ങ് പേടിച്ചു പോയി എന്നങ്ങ് പറഞ്ഞേരെ എന്ന് പറഞ്ഞ് പിന്നീട് വള്ളക്കൂട്ടി ചെയ്യപ്പെട്ട ഒരു വാചകമാണത്. അപ്പോൾ ആ തരത്തിലൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിനെതിരായിട്ട് ശക്തമായ ആരോപണം വരുമ്പോഴാണ് ഇപ്പോഴിതാ വീണ്ടും വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും വളരെ ശക്തമായിട്ട് വി ഡി സതീശനെതിരായിട്ട് ആരോപണം കൊണ്ടുവന്നപ്പോൾ അദ്ദേഹം വളരെ ശക്തമായിട്ട് അതിനെതിരായിട്ട് പ്രതികരിച്ചുകൊണ്ട് വീണ്ടും ഒരു ഹീറോ പരിവേഷം നേടിയിരിക്കുകയാണ് എന്ന് പറയാതെ വയ്യ. നേരത്തെ ഒരിക്കൽ വികെൻ ഹു ഈസ് അഫ്രെയ്ഡ് ഓഫ് വിർജീനിയ വുൾഫ് എന്ന നാടകത്തിൻ്റെ തലക്കെട്ടിനെ പരിഭാഷപ്പെടുത്തിയത് വെള്ളായണി ഉർജനെ ആർക്കാണ് ഭയം എന്ന് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത് ഒരു രസകരമായ ഒരു തർജ്ജമയായിട്ട് ആൾ എടുത്തിരുന്നു. ഇപ്പോഴായിരുന്നെങ്കിൽ അദ്ദേഹം അത് സുകുമാരൻ നായർ ആർക്കാണ് ഭയമെന്നായിരുന്നതിനെ ആ പരിഭാഷ നടത്തുക. സുകുമാരൻ നായരെ ഇപ്പോൾ അത് ആർക്കും ഒരു കാലത്ത് സുകുമാരൻ നായർ എന്ത് പറയുന്നു എന്ന് എല്ലാ സമൂഹം മുഴുവൻ, കേരളം മുഴുവൻ, രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ നോക്കിക്കൊണ്ടിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ സുകുമാരൻ നായരെ സംബന്ധിച്ച് അദ്ദേഹം കൂടുതൽ ദുർബലനായിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടുതൽ വിമർശിക്കപ്പെടുന്നു. അദ്ദേഹത്തിന് എന്ത് സംഭവിച്ചു എന്ന് തന്നെ നമുക്ക് സംശയം തോന്നുന്ന വിധമുള്ള പ്രതികരണങ്ങൾ വരുന്നു. അന്ന് മാത്രമല്ല, സുകുമാരൻ നായരുടെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും ഒക്കെ വാക്കുകൾക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ വേണ്ടത്ര സ്വാധീനമില്ല എന്നുള്ളൊരവസ്ഥ കൂടി വന്നു പോകുന്നില്ലേ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നുവരെ ഉണ്ടാകാത്ത വിധം വർഗീയത ഒരു ചർച്ചാ വിഷയമാക്കുകയും വർഗീയതയുടെ പേരിൽ വോട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഈ നാടിന് നല്ലതല്ല, ഭാവിക്ക് നല്ലതല്ല, വരും തലമുറയ്ക്ക് നല്ലതല്ല. അത് ഈ കേരളത്തിലുണ്ടാക്കുന്ന മുറിപ്പാടുകളെക്കുറിച്ച് എല്ലാവരും ചിന്തിക്കണം എന്ന് മാത്രം പറയട്ടെ.